മനസ്സ് നന്നാവട്ടെ. എൻ്റെ പേര് വിസ്മയ. എൻ്റെ പേര് വൈഗ. വർക്കലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ നെയ്യാറ്റിങ്കിൽ നിന്നാണ് വരുന്നത്. പ്രിയപ്പെട്ട എൻ്റെ കുടുംബാംഗങ്ങളെ, ഇങ്ങനെ ഒരു വേദിയിൽ ഞങ്ങളുടെ NIC നാഷണൽ ഇൻ്റഗ്രേഷൻ ക്യാമ്പിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരു NSS വോളണ്ടിയർ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഏറ്റവും ഭാഗ്യമുള്ളൊരു കാര്യമായിരുന്നു ഞങ്ങളുടെ ഫെബ്രുവരി 5 മുതൽ 11 വരെ ഞങ്ങൾക്ക് കിട്ടിയ NIC ക്യാമ്പ് പഞ്ചാബിൽ. അതും ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയായ ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി. കേരളത്തിൽ നിന്നും 10 കുട്ടികളാണ് അതിൽ പ്രതിനിധീകരിച്ച് പോയത്. 5 ആൺകുട്ടികളും 5 പെൺകുട്ടികളും. ഞങ്ങളുടെ ഇത്രയും പേരാണ് ഞങ്ങൾ പ്രതിനിധീകരിച്ച് പോയത്. ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾക്ക് 1 മണിക്കൂർ യോഗയായിരുന്നു. 6:30 മുതൽ 7:30 വരെ എല്ലാ ദിവസവും യോഗയിൽ നിന്നാണ് തുടങ്ങുന്നത്. അതുപോലെ ഏറ്റവും വലിയ ഭാഗ്യമുള്ളൊരു കാര്യമായിരുന്നു ഫസ്റ്റ് സ്റ്റേജ് ഞങ്ങളുടെ കേരളത്തിൽ നിന്നായിരുന്നു. ഞങ്ങളുടെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഡാൻസും പാട്ടും അത് വലിയൊരു കാര്യമായിരുന്നു ഞങ്ങൾക്ക്. സെക്കൻഡ് ഡേയിലായിരുന്നു നമുക്ക് ഒഫീഷ്യലായിട്ടുള്ള ഉദ്ഘാടനം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലായിട്ട് അവിടുത്തെ പഞ്ചാബിലെ തന്നെ വിശിഷ്ട വ്യക്തികളും ചീഫും ഒക്കെ എല്ലാവരുമായിട്ടായിരുന്നു ഉദ്ഘാടനം. അന്ന് തന്നെ കൾച്ചറൽ പ്രോഗ്രാംസും ബംഗാളി കോമ്പറ്റീഷനും ഉണ്ടായിരുന്നു. കൾച്ചറൽ പ്രോഗ്രാംസിൽ അതർ സ്റ്റേറ്റിലുള്ള കുട്ടികളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ബംഗാളി കോമ്പറ്റീഷനിൽ ഞാനും കൂടെ തൃശ്ശൂരിൽ നിന്നുള്ള നഴ്സറിയിൽ നിന്നുള്ള കുട്ടിയായിരുന്നു അത് പങ്കെടുത്തത്. ഇതായിരുന്നു കേരളത്തിൽ നിന്ന് പ്രതിനിധീകരിച്ച് പോയിട്ടുള്ള 10 സ്റ്റുഡൻസും പിന്നെ നമ്മുടെ POയും പിന്നെ അതർ സ്റ്റേറ്റിലുള്ള POമാരുമായിരുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ ഡേ 3. ഡേ 3 തുടങ്ങിയത് തന്നെ ഞങ്ങളുടെ കൾച്ചറൽ റാലി വെച്ചിട്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ട് റാലി ആയിരുന്നു, ഞങ്ങളുടെ ബാനറും പിടിച്ചുകൊണ്ട്. ഞങ്ങളുടെ കൂടെ ജയഭഗവാൻ സാറും അതുപോലെ തന്നെ വിശിഷ്ട വ്യക്തികളും എല്ലാം ഞങ്ങളുടെ കൂടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കുട്ടികളെ പോലെ അടിച്ചു പൊളിച്ചൊരു റാലിയായിരുന്നു അത്. അതിനുശേഷം ഉച്ചയ്ക്ക് തന്നെ ഡിബേറ്റ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് കോമ്പറ്റീഷൻ തന്നെ അന്നും അടുത്ത ദിവസവും 7 ദിവസവും ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു. ഡിബേറ്റ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത ഈശ്വർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നതായിരുന്നു ക്വിസ് കോമ്പറ്റീഷൻ. അതിൽ ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള കുറച്ച് ക്വിസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിന് കേരളത്തിൽ നിന്ന് പ്രതികരിച്ച് 2 കുട്ടികളാണ് പങ്കെടുത്തത്. അതിനുശേഷം അടുത്ത ദിവസം തന്നെ ഞങ്ങൾക്ക് പോസ്റ്റർ മേക്കിംഗ് കോമ്പറ്റീഷൻ ആയിരുന്നു. അതിൽ അഞ്ജനയും പ്രഭുവുമാണ് പങ്കെടുത്തിരുന്നത്. അതുപോലെ പ്രസംഗ മത്സരവും ഉണ്ടായിരുന്നു. ഇതായിരുന്നു അടുത്ത കൾച്ചറൽ പ്രോഗ്രാം ആയിട്ട് വന്നിട്ടുള്ളത്. ഇത് ഉത്തരാഖണ്ഡും ഉത്തർപ്രദേശും തമ്മിൽ നടത്തിയ കൾച്ചറൽ പ്രോഗ്രാം ആയിരുന്നു. ഡേ 4 ഞങ്ങൾക്ക് ആദ്യം തന്നെ സോഷ്യൽ വർക്കായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും ട്രീ പ്ലാന്റേഷൻ ആയിരുന്നു. അതിൽ ഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾക്കായിരുന്നു ആ ചെടി നടാനുള്ള ഭാഗ്യം കിട്ടിയതും. അതുപോലെ ഇതാണ് നമ്മുടെ PO മുഹമ്മദ് അമീൻ സാർ. സാറിനുള്ള മൊമെന്റയും അതുപോലെ സാറിൻ്റെ സ്പീച്ചും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ആ ദിവസം തന്നെ ഞങ്ങളുടെ കേരളത്തിനെ പ്രതികരിച്ചുള്ള കൾച്ചറൽ ഇവന്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഡാൻസും മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് വെച്ചുള്ള പാട്ടും എല്ലാം ഉണ്ടായിരുന്നു. ഭരതനാട്യം, കുച്ചിപ്പുടി, ഒപ്പന, അങ്ങനെ ആ ദിവസം ഞങ്ങളുടെ ഒരു ഇവന്റ് ആയിരുന്നു അന്ന്. ആ ഒരു NIC ക്യാമ്പിൽ ഞങ്ങൾ മാത്രമായിരുന്നു +1 സ്റ്റുഡൻസ്, അതും കേരളത്തിൽ നിന്ന്. ബാക്കിയെല്ലാം യൂണിവേഴ്സിറ്റി, ഡിഗ്രി, PG ഉള്ള
ആൾക്കാരൊക്കെ ആയിരുന്നു. ഞങ്ങൾ കുട്ടികളായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും അവിടെയുള്ള ആൾക്കാർ തന്നിരുന്നു. ഞങ്ങളും അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശുമായിരുന്നു ഒരുമിച്ചുള്ള ഇവന്റ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ കേരളവും ഹിമാചൽ പ്രദേശും കമ്പൈൻ ചെയ്തുള്ള ഡാൻസ് ആയിരുന്നു. ഞങ്ങളുടെ സ്റ്റൈൽ ഞങ്ങൾ അവർക്കും, അവരുടെ സ്റ്റൈല് ഞങ്ങൾക്കും പഠിപ്പിച്ചത് ഒരുമിച്ചുള്ള ഡാൻസ് ആയിരുന്നു. അത് സത്യം പറഞ്ഞാൽ ഞങ്ങളാണ് ആ ഒരു കമ്പൈൻ ഡാൻസ് കൊണ്ടുവന്നത്. ഇത് നമുക്ക് നെക്സ്റ്റ് ഡേ തന്നിട്ടുള്ള 5ാമത്തെ ഡേ തന്നിട്ടുള്ള ക്ലീനിങ് ഡ്യൂട്ടി ആയിരുന്നു. അവിടുത്തെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കുറച്ച് ക്ലീൻ ഒക്കെ ചെയ്യാനായിരുന്നു. അതിന് ഇത് കേരളത്തിൽ നിന്ന് പോയ എല്ലാവരും അന്നത്തെ കൾച്ചറൽ ഇവന്റും കൂടെ ഉണ്ടായിരുന്നു. ഇത് നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് ചണ്ഡീഗഡിൽ തന്നെയുള്ള മെയിൻ ലാൻഡ്മാർക്ക് കാണാൻ പോയതായിരുന്നു. ഞങ്ങളുടെ അവിടുത്തെ ലേക്ക്, അതുപോലെ തന്നെ റോസ് ഗാർഡൻ, വളരെ ഫേമസ് ഉള്ള റോസ് ഗാർഡൻ, ഒരുപാട് നല്ല അടിപൊളി പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഞങ്ങൾ അവിടെ കാണാൻ പോയതാണ്. ഇതായിരുന്നു ലാസ്റ്റ് ഡേ. അതിൽ നമുക്ക് POക്ക് കൊടുത്ത മൊമെന്റയും അന്നെടുത്ത ലാസ്റ്റ് ഡേയിലെടുത്ത ഫോട്ടോയാണ്. ആ ഒരു ഇവന്റിൽ ഏറ്റവും ഭാഗ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കേരളത്തിൽ നിന്നാണ് ഫസ്റ്റ് പ്രോഗ്രാം, ഫസ്റ്റ് സ്റ്റേജും അതുപോലെ ലാസ്റ്റ് പ്രോഗ്രാമും ഞങ്ങളുടെ കേരളത്തിൽ നിന്നായിരുന്നു. ഞങ്ങളുടെ കേരളവും അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശും ഒന്നിച്ചുള്ള ഡാൻസ് ആയിരുന്നു. ലാസ്റ്റ് ഡേയിലെ ലാസ്റ്റ് ഇവന്റ് എന്ന് പറയുന്നതും അന്നേരം ഞങ്ങൾക്ക് കുറേ സർട്ടിഫിക്കറ്റ്സും നമ്മുടെ മുഹമ്മദ് അമീൻ സാറിന് ട്രോഫിയും ആദരവും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം ഫസ്റ്റ് കേരളവും ലാസ്റ്റ് കേരളവും ആയിരുന്നു ഞങ്ങളുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇവരൊക്കെയാണ് ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റിലുള്ള NSS വോളണ്ടിയേഴ്സ് ആണ്. ശരിക്കും ഇവരാണ് 14 ദിവസവും ഞങ്ങളുടെ കൂടെ നിന്ന് ഓരോ കാര്യം പറഞ്ഞത്. ഞങ്ങളുടെ സഹോദരന്മാരെ പോലെ എല്ലാ കാര്യവും നമുക്ക് വേണ്ടി ഊണും ഉറക്കവും ഇല്ലാതെ ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഇവരാണ്. ഇവരെ ശരിക്കും പറയാൻ ഞങ്ങൾക്ക് ആർക്കും മറക്കാൻ പറ്റില്ല. ഇതാണ് ഞങ്ങളുടെ ഡാൻസ് പ്രോഗ്രാം. ഇതാണ് ഞങ്ങളുടെ PO ആയിട്ടുള്ള മുഹമ്മദ് അമീൻ സാറിന് കിട്ടിയ അവാർഡ്. താങ്ക് യു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയതിൽ ഏറ്റവും പറയാ വാക്കുകളില്ല, ഏറ്റവും നല്ല കാര്യമായിരുന്നു. അതുമാത്രം ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം ഞങ്ങളുടെ PO ആയിട്ടുള്ള അമീൻ സാർ നല്ലൊരു ഗാർഡിയനെ പോലെ ഞങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന നല്ലൊരു സാറായിരുന്നു. നമുക്ക് ഫുൾ ഫ്രീഡം ആയിരുന്നു അവിടെ ഉള്ളത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഏറ്റവും ഗാർഡിയനെ പോലെ ഞങ്ങൾക്ക് അത്രയും ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട സാറായിരുന്നു അമീൻ സാർ എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു നാഷണൽ ക്യാമ്പിന് അവസരം കിട്ടിയതും ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. 14 ദിവസവും നല്ല അടിപൊളി ആയിരുന്നു. അതുപോലെ തന്നെ ഈ ക്യാമ്പിന് പോകുന്നതിന് മുന്നേ സാർ ഞങ്ങൾ അമൃത്സറിൽ ഗോൾഡൻ ടെമ്പിൾ, അതുപോലെ തന്നെ ഇന്ത്യൻ പാകിസ്ഥാൻ ബോർഡർ ആയിട്ടുള്ള വാഗാ ബോർഡർ, ജാലിയൻ വാല ബാഗ് ഇവിടെയൊക്കെ കൊണ്ടുപോയി കാണിച്ചു തന്നു. ട്രെയിനിലുള്ള യാത്രയായാലും ക്യാമ്പായാലും സാറായാലും ആ യൂണിവേഴ്സിറ്റിയിലുള്ള എല്ലാവരും, അതുപോലെ ഞങ്ങൾക്ക് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു. അവിടെ എല്ലാവരും നല്ല സഹകരണമായിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റില്ല. നല്ലൊരു അടിപൊളി ക്യാമ്പായിരുന്നു. ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും നല്ലൊരു ഇതായിരുന്നു അത്. ഒരു NSS വോളണ്ടിയർ ആയതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ ഒരു പഞ്ചാബിലേക്കുള്ള ഒരു നാഷണൽ ഇന്റഗ്രേഷൻ ക്യാമ്പിലേക്ക് സെലക്ഷൻ കിട്ടിയത്. ഇവിടെ ഇരിക്കുന്ന ഓരോ NSS വോളണ്ടിയേഴ്സിനും ഇതുപോലത്തുള്ള അവസരങ്ങൾ ഇനിയും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും അതിനൊക്കെ ചേരാൻ ശ്രമിക്കുക, അത് മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഈ ക്യാമ്പിലേക്ക് സെലക്ഷൻ കിട്ടിയത് ഇവിടെ നമ്മുടെ സ്കൂൾ PO, പിന്നെ NSS കോർഡിനേറ്ററുകളും, പിന്നെ നമ്മൾ റീജിയണൽ ഡയറക്ടറും എല്ലാവരെയും സന്തോഷ് സാറും എല്ലാവരുടെയൊക്കെ ഒരു ഇതുള്ളതുകൊണ്ടാണ് നമുക്ക് കിട്ടിയത്. അവരോടൊക്കെ നമ്മൾ നമ്മുടെ സ്നേഹവും കടപ്പാടും ഒക്കെ അറിയിച്ചോളുന്നു. താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണ് NSSന്റെ വളണ്ടിയറൊക്കെ എവിടെ എത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അവരിവിടുന്ന് ട്രെയിനിൽ കയറി തിരിച്ച് ട്രെയിൻ വരുന്നത് വരെ 1 രൂപ പോലും അവർക്ക് ചെലവ് വരുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ മുഴുവൻ ചെലവിൽ അതിന്റെ അതിഥികളായിട്ടാണ്, കേരളത്തിനെ പ്രതിനിധീകരിച്ചാണ് അവർ ആ വേദിയിൽ എന്ത് ചെയ്തോ അത് അവിടെയുള്ളവർ സ്വീകരിക്കുന്നത് കേരളത്തിന്റെ പ്രതിഫലനമായിട്ടാണ്. നമ്മുടെ 10 മക്കളുണ്ട് കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന്. അതിനുശേഷം പാലക്കാട് നാഷണൽ ക്യാമ്പിലും നമ്മുടെ ടീം പങ്കെടുത്തിട്ടുണ്ട്. അവർ കഴിഞ്ഞ ദിവസം എത്തിയിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഭാവിയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടട്ടെ. ഇത് ഈ ടീമിന്റെ ഒരു പ്രത്യേകത. പഞ്ചാബ് എവിടെ കിടക്കണേ? ഇന്ത്യയുടെ അടുത്തായിരിക്കും കിടക്കുന്നത്. ആണോ? പഞ്ചാബ് എവിടെ കിടക്കണേ?
അതാണ് അങ്ങ് അവര് ജാലിയൻവാലാ ബാഗിൽ അവർക്ക് പോകാൻ പറ്റി, ഗോൾഡൻ ടെമ്പിൾ അവിടെ കാണാം, അമൃത്സറിൽ അവര് ടീമായിട്ട് പോയി, ഒരുപാട് അവസരങ്ങൾ കിട്ടി. നമ്മുടെ വളണ്ടിയേഴ്സിന് മനസ്സുകൊണ്ട് വിചാരിക്കുകയാണെങ്കിൽ ലോകത്തിന്റെ നെറുകയിലേക്ക് ഇന്ത്യ വിട്ടിട്ടും നമുക്ക് നാഷണൽ ക്യാമ്പല്ല ഇന്റർനാഷണൽ ക്യാമ്പിൽ വിവിധ രാജ്യങ്ങൾക്കുള്ള ഇന്ത്യയുടെ അംബാസിഡറായി പോകാൻ വരെ നമുക്ക് കേന്ദ്ര സർക്കാർ അവസരം ഒരുക്കി തരുന്നുണ്ട്. ഈ ക്യാമ്പ് VHSക്ക് വേണ്ടിയിട്ട് നമ്മുടെ റീജിയൻ ഡയറക്ടർ സന്തോഷ് സാറെ ഓർക്കാതിരിക്കാൻ വയ്യ. അദ്ദേഹം ഇന്ന് വേദിയിൽ എത്തിയില്ല. അദ്ദേഹത്തിനോടുള്ള കടപ്പാട് ഈ വേദിയിൽ കൈമാറുന്നു. തുടർന്ന് ഡാൻസിലേക്ക് പ്രവേശിക്കുകയാണ്. സംസ്ഥാന അവാർഡ് നേടിയ വടശ്ശേരിക്കര ടീം ഗേൾസ് എത്തിയിട്ടുണ്ട്. അവരുടെ ചെറിയ ഡാൻസിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുകയാണ്.